പ്രിയപ്പെട്ടവർക്കും ശങ്കരിയത്തിൻ്റെ വിനീത നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂലൈ 11 നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക നമ്മുടെ സ്വന്തം ജാനകി അമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് പ്രണാമം. അമ്മയെ സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാ പ്രായത്തിലുള്ളവർക്കും റെഫർ ചെയ്ത് പഠിക്കാൻ, പാടാൻ എണ്ണമറ്റ പാട്ടുകൾ, പലതരത്തിലുള്ള പാട്ടുകൾ പാടി വെച്ചിട്ടാണ് അമ്മ ഗന്ധർവലോകത്തേക്ക് മടങ്ങിയത്. ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ കേട്ട് പഠിക്കേണ്ടുന്ന, ഇംപ്രൂവ് ചെയ്യേണ്ടുന്ന എല്ലാ ഘടകങ്ങളും അമ്മയുടെ ഏതെങ്കിലും പാട്ടിൽ നിന്ന്, പാടി വെച്ചിട്ടുള്ള നിരവധി പാട്ടുകളിൽ നമുക്ക് എന്താണ് വേണ്ടത്, അമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ടിൽ നമുക്കതുണ്ടാവും എന്നുള്ളതാണ് അമ്മയുടെ പാട്ടുകളുടെ പ്രത്യേകത. എല്ലാ ജോണറുകളിലുള്ള പാട്ടുകൾ അമ്മ പാടി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഒരു ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ തന്നെ ശാസ്ത്രീയ ഗാനങ്ങൾ പാടുമ്പോൾ, അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ പാടുമ്പോൾ, സ്വരങ്ങൾ പാടുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് എങ്ങനെയാണോ സ്വരങ്ങൾ നമുക്ക് ആ നോട്ട്സ് പുറത്തേക്ക് വരുന്നത്, അത്രയും കൃത്യതയോടെ സൂക്ഷ്മതയോടെയാണ് അമ്മയ്ക്ക്. അത് ശരിക്കും അതൊരു ഈശ്വരീയത തന്നെയാണ്, നമുക്ക് പറയാതെ വയ്യ. അമ്മയുടെ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മ ഓരോ പാട്ടിനും കൊടുക്കുന്ന ഫീല് തന്നെയാണ്. പിന്നെ അമ്മയുടെ ഉച്ചാരണ ശൈലി. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അമ്മ ഹൈ നോട്ട്സും ലോ നോട്ട്സും കൈകാര്യം ചെയ്യുന്ന രീതി. അപ്പം അമ്മയുടെ വോയിസിൻ്റെ റേഞ്ച് വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് മ്യൂസീഷ്യൻസ്. ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ആ പ്രത്യേകത മനസ്സിലാവും. അതായത് ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസം, ആ ഭാവത്തിൻ്റെ വ്യത്യാസം ആ പാട്ടിന് വരുത്താതെ തന്നെ വളരെ ആ പാട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്ന രീതിയിൽ ആ ഒരു ഹൈ നോട്ട്സിനെ അമ്മ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് പാട്ടുകളെ പറ്റിയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഹൈ നോട്ട്സിൻ്റെ ഭംഗി പ്രത്യേകം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് പാട്ടുകൾ. അതിലൊരു പാട്ട് എനിക്ക് നമ്മളെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് ജാനകിയമ്മയുടെ ഉണരുണരു ഉണ്ണിപ്പൂവേ. ആ പാട്ട്, അതിൽ അമ്മ ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, ആ ഒരു ഫ്രേസ് ആക്ച്വലി ആ പാട്ടിൻ്റെ പല്ലവി അതല്ലല്ലോ, പക്ഷെ ആ ഫ്രേസ് ഇല്ലെങ്കിൽ ആ പാട്ടിന് നമുക്ക് ഒരിക്കലും പൂർണ്ണത കൽപ്പിക്കാൻ പറ്റില്ല. ആ പാട്ടിൻ്റെ പല്ലവി ആക്ച്വലി വരുന്നത് കരിക്കോടിത്തടലത്ത് കാട്ടിലെ കിളിക്കുഞ്ഞിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. ആക്ച്വലി അങ്ങനെയാണ് പാട്ടിൻ്റെ പല്ലവി. പക്ഷെ ഈ ഒരു ഫ്രേസ് അനുപല്ലവിക്ക് ശേഷം, ചരണത്തിന് ശേഷം എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ആക്ച്വലി ആ ഫ്രേസ് ഇല്ലാതെ അതൊരു പാട്ടാണ്, പക്ഷേ ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ആ പാട്ടിന് പൂർണ്ണത സങ്കല്പിക്കാൻ പറ്റില്ല, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണത്. അതിൻ്റെ ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മ ഈ ഹൈ നോട്ട്സ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. അത് വളരെ ഭംഗിയായിട്ട് രാഘവൻ മാസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പി സർ എഴുതി അർജുനൻ മാസ്റ്റർ സംഗീതം കൊടുത്ത് 1969 പുറത്തിറങ്ങിയ റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടായിരിക്കും അത്. യദുകുല രതിദേവനിവിടെ എന്ന് പറയുന്ന പാട്ട്. അമ്മയും ജാനകി അമ്മയും ജയചന്ദ്രൻ സാറുമാണ് പാടിയിരിക്കുന്നത്. അതിലും അമ്മയുടെ ഒരു ഹൈ നോട്ട്സ് പാടുന്ന ഭംഗി വളരെ നല്ല ഭംഗിയിൽ ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പല്ലവി തുടങ്ങുന്നത് യദുകുല രതിദേവൻ എവിടെയെന്നാണ്, പക്ഷെ പാട്ട് തുടങ്ങുന്നത്
യദുകുലരതി ദേവനെവിടെ എവിടെ, യദുകുലരതി ദേവനെവിടെ. അമ്മയുടെ വോയിസ് റേഞ്ച് അത്യധികം ഭംഗിയോടെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു വൃന്ദാവനം, കണ്ണൻ, രാധ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അത്രയ്ക്ക് ജയചന്ദ്രൻ സാറ് അതിന് അനുപല്ലവി ഒരു ഹൈ റേഞ്ച് പോർഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതും ആ പാട്ടിന് ഭംഗി കൂട്ടുന്ന ഒരു ഘടകമാണ്. താരണി മണിമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ, പോരാതിരിക്കുമോ കണ്ണൻ, യദുകുലരതി ദേവനെവിടെ. അതുപോലെ അമ്മയുടെ ആ ഹൈ വോയിസ് റേഞ്ച് കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പാട്ടാണ് അകലെ അകലെ നീലാകാശം എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ട്. നമ്മളെല്ലാവരും റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ടുകളാണ് ഇതെല്ലാം. അത് 1968 പുറത്തിറങ്ങിയ മിടുമിടുക്കി എന്നറിയുന്ന സിനിമയിലെ പാട്ടാണ്. ശാരദ അഭിനയിച്ചിരിക്കുന്ന പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാർ എഴുതി MS ബാബുരാജ് സാർ സംഗീതം കൊടുത്ത പാട്ടാണ്. അതിൽ പല്ലവിയിലും അതുപോലെ അനുപല്ലവിയിലും അമ്മ ആ ഒരു ഹൈ വോയിസ് റേഞ്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദാസാറും അമ്മയും കൂടിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പല്ലവി തുടക്കത്തിൽ ദാസാറ് അതിൻ്റെ സാഹിത്യം പാടുന്നു, അമ്മ അതിൻ്റെ ആലാപ് പാടുന്നു. അകലെ അതിൽ പല്ലവി കഴിഞ്ഞിട്ട് പിന്നെയും അമ്മ ആ ഒരു വോയിസ്, ആ ഹൈ നോട്ട്സ് പോർഷൻ തന്നെയാണ് പാടുന്നത്. പാടി വരും നദിയും പുഴയും പാരിജാത മലരും മണവും ഒന്നിലൊന്നായി കലരും പോലെ നമ്മളൊന്നായി അലിയുകയല്ലേ. ചരണം പോർഷനിൽ ഫീലും ഹൈ നോട്ട്സ് കൈകാര്യം ചെയ്യുന്ന രീതിയും എല്ലാം നമുക്ക് ആ പാട്ടിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് പാടാൻ പറ്റുമോ, അത്രയും നമുക്ക് ഒരിക്കലും പറ്റില്ല, പക്ഷേ എന്നാലും നമുക്ക് ശ്രമിക്കാമല്ലോ. ഈ പാട്ട് ശരിക്കും നമുക്ക് റെഫർ ചെയ്യേണ്ടുന്ന ശരിക്കും ഒരു പാട്ട് തന്നെയാണ്. എല്ലാവരും കേട്ടാലും നമുക്ക് വെറുതെ കേട്ടാലും മതിയല്ലോ അല്ലേ. അടുത്ത പാട്ട് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. ഇതിൽ താതാ നീ സംഗീത മധു പകരൂ. 1967 പുറത്തിറങ്ങിയ പാട്ട്. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ്. ഭാസ്കരൻ മാഷ്, ബാബുരാജ് സാറ് രണ്ടുപേരും കൂടി ചെയ്ത പാട്ടാണ്. അതിൽ ആ ഒരു ദേവ എന്ന് പറയുന്ന പോർഷൻ അമ്മ പാടി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതി തന്നെയാണ്. ദേവാ ദേവാ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. ഇതിൽ താതാ നീ സംഗീത മധു പകരൂ.
പകരൂ. അടുത്ത പാട്ട് മൗനമേ. മൗനമേ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ജാനകി അമ്മ അല്ലാതെ ആര് പാടി കേട്ടാലും നമുക്ക് അമ്മ പാടിയ ആ ഒരു ഫീല് നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. 1979 പുറത്തിറങ്ങിയ തകര എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൂവച്ചൽ ഖാദർ സാർ എഴുതി MG രാധാകൃഷ്ണൻ സാർ സംഗീതം കൊടുത്ത പാട്ടാണ് മൗനമേ. അമ്മയുടെ ആ ഒരു ഹൈ നോട്ട്സ് കൈകാര്യം ചെയ്യുന്ന രീതി ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പാടാൻ ശ്രമിക്കുകയാണ്. മൗനമേ വീണ്ടും അടുത്ത പാട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷ് അമ്മയുടെ ആ ഒരു ഹൈ വോയിസ് റേഞ്ച് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പാട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശരപ്പുള്ളി മാല ചാർത്തി എന്ന് പറയുന്ന പാട്ട്. അതിൽ ദാസേട്ടനും അമ്മയും കൂടിയിട്ട് ആ സ്വരങ്ങൾ പാടി വരുമ്പോൾ ലാസ്റ്റ് അമ്മയിലേക്ക് ആ ഒരു പാട്ട് അമ്മ തന്നെ പാടുന്ന ഒരു പോർഷൻ, അങ്ങനെയാണ് ആ പാട്ട് എൻഡ് ചെയ്യുന്നത്. ആ ഒരു സ്വരങ്ങളുടെ പോർഷൻ തുടങ്ങുന്നത് രീഗ രീഗ സരി നി സ പ നി സരി പ നി സരി മ പ നീ. അതിനുശേഷം അമ്മ അതിൻ്റെ ആലാപ്പ് പാടി പിന്നെ ആ ഒരു രീതി അങ്ങനെ തുടർന്നുകൊണ്ട് പോയി. ആ പാട്ടിൻ്റെ ആ ഒരു പോർഷൻ, ആ സ്വരങ്ങളുടെ പോർഷൻ അവസാനിക്കുന്നത് അമ്മ ആ ഒരു ഹൈ റേഞ്ചിലേക്ക് പോകുന്ന രീതിയിലാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അകലെ അകലെ എന്ന് പറയുന്ന പാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ആ ഒരു പാട്ട് ആ ഒരു ഹൈ റേഞ്ച് ആണ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ രാജസേനൻ സാറ് റീയൂസ് ചെയ്തിട്ടുണ്ട്. അത് റീയൂസ് ചെയ്യാൻ തന്നെ കാരണം ആ പാട്ടിൻ്റെ ഈ ഒരു പ്രത്യേകത കൊണ്ടാണെന്ന് നമുക്ക് ആ കഥാസന്ദർഭം അങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു ഗായകനെ ഒരു ഹൈ റേഞ്ച് ഓഫ് വോയിസ് വെച്ചിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റോറിയുടെ ഭാഗമായിട്ട് തന്നെ അമ്മയുടെ ഒരു വോയിസ് റേഞ്ചിൻ്റെ പ്രത്യേകത രാജസേനൻ സാറ് യൂസ് ചെയ്തു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണല്ലോ ആ പാട്ട് സെലക്ട് ചെയ്ത് എടുത്തത്. അപ്പം അമ്മയുടെ ഒരു ഈശ്വരീയമായ ഒരു കഴിവ് നമുക്കെല്ലാവർക്കും അത്രത്തോളം ഒരിക്കലും നമുക്ക് പാടാനോ ഒന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് കേട്ടിരുന്നാൽ തന്നെ ആ ഒരു ദിവ്യ സംഗീതം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് വല്ലാത്തൊരു ആനന്ദാനുഭൂതി എല്ലാവർക്കും ഉണ്ടാവും. അതുതന്നെ മതി ശരിക്കും. അമ്മയ്ക്ക് അനന്തകോടി പ്രണാമം.